ഹായ് ഫ്രണ്ട്സ്, സംസ്കൃതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ UGC നെറ്റ് 2024 അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. തുടക്കത്തിലെ മെയ് 10 ആയിരുന്നു. എന്നാൽ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് മെയ് 15 മാറ്റിയത്. മെയ് 15 ഇന്നാണ്. എന്നാൽ മെയിലിലേക്ക് OTP വരുന്നില്ല, ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫീ അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് NDAയിലേക്ക് വിളിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ 15 എന്നുള്ളത് 2-3 ദിവസത്തെ കൂടി നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. പലർക്കും ഇപ്പോഴും അപേക്ഷ അയക്കാൻ സാധിച്ചിട്ടില്ല. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് മെയിൽ വരേണ്ടതായിട്ടുണ്ടായിരുന്നു, അത് പലർക്കും വരുന്നില്ല. ഇതിന് മുൻപേ ഈ മെയ് 10 നിന്നും 15 മാറ്റാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആധാർ കാർഡ് നമ്പർ അടിക്കുന്ന സമയത്ത് OTP വരുന്നില്ല എന്നുള്ളതായിരുന്നു ഇഷ്യൂ. എന്നാൽ ഇത്തവണ അതൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മെയിലിലേക്ക് OTP വരുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ നിലവിലുണ്ട്. പലരും അത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും NDAയിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു സാധ്യത പറയുന്നുണ്ട്. എന്നാൽ അത് 100% ഉറപ്പല്ല. നമുക്ക് നോക്കാം. പലർക്കും ഇപ്പോഴും അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നാണ് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി. ഒരു പക്ഷേ അത് നീട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കാര്യം ഓർത്തു വെക്കുക. പലർക്കും അപേക്ഷ അയക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇനി മുതൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ജനറൽ പേപ്പറിൻ്റെയും മെയിൻ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മുടെ ചാനൽ വഴി ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്ലിക്കേഷൻ തീയതി കഴിഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചതാണ്. അപ്ലിക്കേഷൻ തീയതി ഇന്ന് അവസാനിക്കും. ഇപ്പോൾ ജനറൽ പേപ്പറിൻ്റെയും മെയിൻ പേപ്പറിൻ്റെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഷോർട്ട് ഏരിയ നിർത്തി പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെയുള്ള ഡിസ്കഷൻ വളരെ ഉപകാരപ്പെടും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അത്തരത്തിലുള്ള ഏരിയ മനസ്സിലാക്കിയിട്ട്, അതായത് ഷോർട്ട് ഏരിയ മനസ്സിലാക്കിയിട്ടാണ് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം 10 യൂണിറ്റുകളിലെ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഷോർട്ട് ഏരിയ, ഇമ്പോർട്ടൻ്റ് ഏരിയ മനസ്സിലാക്കി വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഈ 3 യൂണിറ്റിന്റെയും ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വീഡിയോസ് നമുക്കിനി ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതിന് പുറമെ റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ പ്രാക്ടീസിങ് ഒന്നുകൂടി ശക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടെലിഗ്രാം ചാനൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ മാക്സിമം അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ, ICT, ഈ ചാപ്റ്ററിൽ നിന്നൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഇനി മുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് 4-5 വർഷത്തെ ചോദ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലേതൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റിന്റെയും ഇംഗ്ലീഷ്, കൊമേഴ്സ് പോലെയുള്ള മെയിൻ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് സെഷൻ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നമ്മളിപ്പം ക്രാഷ് കോഴ്സിൽ ഏർലി മോർണിംഗിൽ ഏകദേശം 5:30 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ നൽകി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ മാത്രമാണ് വരുന്നത്. കൊമേഴ്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ പേപ്പർ, ഇങ്ങനെ മെയിൻ സബ്ജക്റ്റിൻ്റെയും ജനറൽ പേപ്പറിൻ്റെയും ക്രാഷ് കോഴ്സുകൾ നൽകി വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. എനിവേ ഇത് നീട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയിക്കാം. അപ്പം നാളെ മുതൽ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് എന്ന സെഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ്, ആ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻ നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള PYQ സെക്ഷൻ ആയിരിക്കും ഉൾപ്പെടുത്തുക. മറ്റുള്ള യൂണിറ്റുകളും കൂടെ ഉൾപ്പെടുത്താം, മെയിൻ സബ്ജക്റ്റിന്റെയും കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ